നമ്മളെ ക്ലാസ് 10 കൊല്ലം മുക്കത്ത് ക്ലാസ് നടത്തിയ ബാബു എന്ന് പറഞ്ഞ ആളുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കക്കാരനാണ്, ഇതിൻ്റെ ട്രഷററാണ് ബാബു. അറഫ നോമ്പ് നോറ്റു. അതിന് പെണ്ണെ വീണു, ആശുപത്രി കൊണ്ടുപോയി. അപ്പം നോമ്പില്ല. അപ്പോൾ ആളുകൾ വെള്ളം കുടിച്ചില്ല. വെള്ളം കുടിക്കാതെ മരിച്ചു. അറഫ നോമ്പ് വെച്ച് മരിച്ചു, വെള്ളം കുടിക്കാതെ മരിച്ചു. ബാബുവിന് ഓർമ്മയില്ല, മുക്കത്തെ ക്ലാസ് നടത്തിയിരുന്ന ബാബു. അവൻ ആ കാരശ്ശേരി മെഡിക്കൽസ് അവൻ്റെതായിരുന്നു. അവിടെ കുത്തിരിക്കുന്ന ആളാണ്. പണി അങ്ങാടിയില്ല, മനസ്സിലാണ്, പണി അങ്ങാടിയില്ല. പക്ഷേ ആള് മോമിന. അറഫ നോമ്പ് നോറ്റു, വെള്ളം കുടിക്കാതെ മരിച്ചു. വെള്ളം കുടിക്കാതെ മരിച്ചു. اللهم اغفر له اللهم اغفر له اللهم اغفر له اللهم اجمع بيننا وبينه في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. പഠിച്ചോനെ അവരൊക്കെ കൂടെ ഞങ്ങളെ നന്നാക്കി തരണമേ റബ്ബേ. അപ്പം മനസ്സിലാവേണ്ട പറഞ്ഞത് സാലിഹ്യങ്ങൾ അങ്ങനെയാണ് കുട്ടികളെ. നമ്മൾ ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരത്തിൽ മരിക്കുക. കയ്യും കാലും കണ്ണും മൂക്കും ചൂന്നെടുത്ത കോലത്തിലല്ലേ ഹംസ റളിയല്ലാഹു അൻഹു മരിച്ച്? അത് സൂൽ ഖാത്തിമയാണോ? അത് ഹുസ്നുൽ ഖാത്തിമയല്ലേ? മരിച്ചത് ആർക്ക് വേണ്ടിയാണ്? അല്ലാഹ്. ശത്രുക്കൾ കണ്ണ് ചൂന്നെടുത്തു, ചെവി അരിഞ്ഞെടുത്തു. എന്നാ ഇനി വേറെ വിഡിക്ക് എന്ത് പറയാം? ഇക്കോലത്തിലൊന്നും ഒരാളും നാശമായിട്ടില്ല. അങ്ങനെ പറഞ്ഞൂടെ അവിടെ? അഫ്ളലു ശുഹദാഇ ഫൗഖൽ അർള് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. എഴുതിച്ചോളെ ഹദീസ്, റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണ്. അഫ്ളലു ശുഹദാഇ ഫൗഖൽ അർളി, ഭൂമിക്ക് മുകളിലെ ഷഹീദുകളെ കൂട്ടത്തിലെ ഏറ്റവും മഹാനായ ആൾ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബാണ്. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഫ്ളലു ശുഹദാഇ ഫൗഖൽ അർള്, ഭൂമിക്ക് മുകളിലെ ഏറ്റവും മഹാനായ ഷഹീദ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബാണ് എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ളലു ശുഹദാഇ ഫൗഖൽ അർള് പറഞ്ഞ വാക്കിന്റെ ഗൗരവം എത്രയാ? അഫ്ളലു ശുഹദാഇ ഫൗഖൽ അർളി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. ഇതിപ്പോ ഒരു മോശപ്പെട്ട വ്യക്തി നമ്മളെപ്പോലത്തെ ഒരു കാഴ്ചയിൽ എന്ത് പറയാം? ഇങ്ങനെ നാശാവും, ഓ പിന്നെ അതൊക്കെ പെറുക്കി കൂട്ടി മറവ് ചെയ്യാൻ തന്നെ ഞങ്ങൾ കുടുങ്ങി, അങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് മറവ് ചെയ്തു ഞങ്ങൾ, അങ്ങനെ പറഞ്ഞൂടെ ഞങ്ങൾ. അപ്പോൾ ഒരാളെ കണ്ണ് ചൂഴ്ന്ന് പോയി, ചെവി അരിഞ്ഞു പോയി, അതൊന്നും മോശപ്പെട്ട മരണം അല്ല. അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കാതെ മരിക്കുക. നിന്റെ റബ്ബിനെ പറ്റി നല്ലത് വിചാരം നിന്റെ മനസ്സിലില്ലാതെ നീ മരിക്കുക. അതാണടാ മോശപ്പെട്ട മരണം. മറ്റെന്ത് പ്രശ്നം? പറഞ്ഞ മനസ്സിലായില്ലേ? കണ്ണ് ചൂഴ്ന്നെടുത്തു, ചെവി അരിഞ്ഞെടുത്തു, മൂക്കരിഞ്ഞെടുത്തു, കരള് മാന്തി എടുത്തിട്ട് ചവച്ച് തുപ്പി. ഇങ്ങനൊക്കെ ഇത് കണ്ട ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്തി കൂടെ? എന്തവിടെ റിപ്പോർട്ട് ചെയ്ത? ഓ ഒരു വളരെ മോശപ്പെട്ട മരണമായിപ്പോയി. ഇത്ര വേറൊരു അവിടെ 10-70 ആൾ മരിച്ചിട്ടും ഇങ്ങനെ മോശപ്പെട്ട ഒരു ബോഡിയില്ല. ഞങ്ങളതൊക്കെ പിന്നെ ശത്രുക്കൾ പോയതിന് ശേഷം പെറുക്കിയെടുത്തിട്ട് തന്നെ കിട്ടാനില്ല. കരൾ ഒരു ഭാഗത്ത് എറിഞ്ഞിട്ടുണ്ട്, മറ്റൊരു മൂക്കില്ല, കണ്ണില്ല, ചെവിയില്ല. അങ്ങനെ പിന്നെ എവിടുന്നൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ് മറവ് ചെയ്തു. അങ്ങനെയും പറഞ്ഞൂടെ? അപ്പം നമ്മളെപ്പോലത്തെ വീട്ടികൾ നമ്മൾ പറഞ്ഞതാണ് വിഷയം. എന്നിട്ട് ഈ ലോകത്ത് ഏറ്റവും മോശപ്പെട്ട കോലത്തിലാക്കിയ, അതായത് ഏറ്റവും പീസാക്കിയ മയ്യത്താണ് ആരുടേത്? ആ മനുഷ്യനെ പറ്റി പുണ്യ റസൂൽ പറഞ്ഞ വാക്ക് അഫ്ളലു ശുഹദാഇ ഫൗഖൽ അർളി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമാ റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ ദർജയേറ്റി കൊടുക്കട്ടെ. ഞാൻ അന്നമാന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ലടാ, അവരെ വാപ്പാനെ റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല. ഈ കുട്ടി നെഞ്ചത്തും കയ്യിലും തോളിലും കയറി നടക്കുമ്പോൾ 8ാമത്തെ വയസ്സ് വരെ ഈ കുട്ടീനെ പോറ്റിയതാണ് ഈ അബ്ദുൽ മുത്തലിബാണ്. ആക്കെ വലിയ ആളാ, കണ്ടോളി പോലൊക്കെ അവസ്ഥ എന്താണ്? വലുന്നൊരു രോമത്തിൻ്റെ വില നമുക്കില്ല. അള്ളാഹു അവരുടെയൊക്കെ ദർജ കയറ്റി കൊടുക്കട്ടെ.
അള്ളാഹു അവരൊക്കെ സ്വർഗത്തിൻ്റെ വിശാലമായ റിഹാബിൽ വെച്ച് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല അവരെ കൂട്ടത്തിൽ പാപികളും ദോഷികളും നമ്മുടെ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ആകെ ഒരു കാര്യമുള്ളൂ, മരിക്കുമ്പോൾ എന്തുണ്ടാക്കുക? അള്ളാഹിനെ പറ്റി നല്ല വിചാരം. അതാർക്കും മനസ്സിലാക്കാനും കഴിയില്ല. അത് നീയും നിന്റെ റബ്ബും മാത്രമുള്ള വിഷയമാണ്. أنه من حسن ظن لربه ليرجو منالنا فوق كل سوالك ويشهد للمولى عظيم امتنانه بتفضيل أمر العظيم التدارك ويشهد ഈ ഇബ്രാഹിം സാക്ഷ്യം വഹിക്കുന്നുണ്ട് മൗലയായ റബ്ബിനെ കുറിച്ച്, അളീമം തിനാനിഹി അവൻ ചെയ്തു കൊടുത്ത മഹാ അനുഗ്രഹങ്ങളെ കുറിച്ച്. വല്ലാത്ത അനുഗ്രഹം എനിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇബ്രാഹിം സാക്ഷിയാണ്. ويشهد للمولى عظيم امتنانه بتفضيل أمر للعظيم التدارك بتفضيل أمر കാര്യങ്ങളെല്ലാം ചൊരിച്ചു തന്നിട്ടുണ്ട്. അളീമി തദാറുക്കി മഹത്തായ പരിഹാരത്തിലേക്ക്. വലിയ പരിഹാരം നീ എനിക്ക് പരിഹരിക്കുമെന്ന് എൻ്റെ പ്രതീക്ഷയുണ്ട്. അതാ മൗലയെക്കുറിച്ച് ഇതാ സാക്ഷ്യം വഹിക്കുകയാണ്. അളീമം തിനാനിഹി അവൻ്റെ അനുഗ്രഹം ചെയ്യൽ മഹത്തരമാണെന്ന്. കാര്യങ്ങളെ ഒഴുക്കി തന്നിട്ടുണ്ട്. അളീമി തദാറുക്കി മഹത്തായ പരിഹാരത്തിന്. മഹത്തായ പരിഹാരത്തിൻ്റെ കാര്യങ്ങൾ ഒഴുക്കി തരും എന്നതുകൊണ്ട് ഞാൻ സാക്ഷിയാണ്. ഇന്നലെ വരെ ചെയ്തിട്ടുണ്ട്, നാളെയും ചെയ്തു തരും. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ മഹത്തായ പരിഹാരത്തിലേക്ക് ചൊരിച്ചു തരുന്നത്? എന്തുകൊണ്ടാണ് മഹത്തായ പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ അവൻ ചരിച്ചു തരുമെന്നത്? ഹക്കായിട്ട് റസൂലുള്ളാഹിനെ പ്രേമിച്ചതുകൊണ്ട്, വദിക്രിഹി റസൂലുള്ളാഹിനെ പറഞ്ഞതുകൊണ്ടും. അലൈഹി സ്വലാത്തുല്ലാ, ആ റസൂലുള്ളാഹിന്റെ മേൽ അല്ലാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാകട്ടെ. റബ്ബിൽ മലായിക്കി മലക്കുകളുടെ റബ്ബായ അള്ളാഹുവിൻ്റെ സ്വലാത്ത് റസൂലുള്ളാഹിക്ക് ഉണ്ടാകട്ടെ. അലൈഹി സ്വലാത്തുല്ലാ, ആ റസൂലുള്ളാഹിന്റെ മേൽ അല്ലാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാകട്ടെ. ഫീ കുല്ലി ലഹ്ളത്തിൻ എല്ലാ സെക്കൻഡുകളിലും. ആലിനും ഉണ്ടാകട്ടെ. സ്വഹാബിനുണ്ടാകട്ടെ. മുഖീമിൽ മനാസിക്കി അള്ളാഹുവിലേക്ക് എത്താനുള്ള ആരാധനാ കർമ്മങ്ങളെ ഈ സെക്കൻഡ് വരെയും ഭൂമിയിൽ നിലനിർത്തിപ്പോന്ന സകല മുഅ്മിനീങ്ങൾക്കും ഉണ്ടാകട്ടെ. മനാസിക്ക് ആരാധനാ കർമ്മങ്ങൾ, മുഖയും നിസ്കാരാദി കാര്യങ്ങളൊക്കെ അന്ന് മുതൽ ഇന്ന് വരെ നിലനിർത്തി ലോകത്തിന് മാർഗം കാണിച്ച എല്ലാ മുഅ്മിനാത്തിനും അള്ളാഹുവിൻ്റെ സലാത്തും സലാമും ഉണ്ടാകട്ടെ. അലൈഹി സ്വലാത്തുല്ലാഹി ഫീ കുല്ലി ലഹ്ളതി വആലിൻ വസഹബിൻ വൽ മുഖീമിൽ മനാസികി. അപ്പോൾ ആദ്യം മുതൽ ഒറ്റവട്ടം ചൊല്ലി അവസാനിപ്പിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമാമാത വാജിദ്ദവി വഇലൈകി മാലകി ഫഖദ് ജിഹ്ജതി ലി തദ്കാര നജ്ലിൽ അവാതികി സലാമുൻ അലാ ഖബ്രിൽ അമീനിൽ മുബാറകി فكنز لأحياء وذخر الهوالك سلام على فخر لنظر ومالك وغنية عتام ومأوى الممالك عليه من خديم مطيب يبشره من كل حاك وحايك فإياك جثماني بسنغال إنني بروحي لدى ذاك الحبيب المبارك حضرات خير الخلق حضرات سيدي ويا حضرة المختار مبدي المناسك أحبك حبا تام قلبي وقاده وماذا علي في امتداح جنابك فآيك لا تنهى وقدرك فوقها ومقدارك السامي العلي فوق ذلك فأنت حبيب الله جل جلاله وأولاك ما أولاك ويرى مشارك سرابيك ليلا ثم أدناك جاذبا وفزت بسر فات خاطير سالك خرجت من الأكوان والسر ساميا وفت اعتلاء كل حي وهالك وغبت عن المكنون والغيب راقيا وفت على عمري كل دار ودارك يا حي يا قيوم يا رب هب لنا نصيبا من السر العزيز المدارك
وتجعلني دهري خديم جنابي بنفسي وروحي مخلصا عند مالكي أراني عبدا ساءه سوء حاله فلم يك يرجو غير محضي تداركي يظنون بي خيرا ولا خير إنما رأوا حضرة المحبوب سترى جمالك فلا تفضحن يوم الوقوف مقصرا منجى الممالك فقد الله عمري والسفاهات كاسمها فهل من شفيع فيها وهل من مدارك وضيعت عمري في التكاسل والونا فويلك هذه النفس علم بدايك وصفتي لمرضى الناس كل دوائهم فويلك شر النفس من لي دوائك فآه لإبراهيم إن دام هكذا فآه لإبراهيم إن لم تدارك ألا أنه من حسن ظن لربه ليرجو منالا فوق كل سوالك ويشهد مولى للعظيم امتنانه ويشهد للمولى عظيم امتنانه بتفضيل أمر للعظيم التدارك بحب رسول الله حقا وذكره عليه صلاة الله رب الملائكة عليه صلاة الله في كل لحظة وآل وصحب والمقيم المناسك മനാസിക് നിസ്കാരം നോമ്പ് ഹജ്ജ് ഒക്കെ മനാസിക്കിൽ പെടും എല്ലാം അതൊക്കെ നിലനിർത്തി പോകുന്നവർക്കും സലാത്തും സലാമും ഉണ്ടാവട്ടെ അള്ളാഹു നമുക്കൊക്കെ തരട്ടെ അള്ളാഹു പൊരുത്തപ്പെട്ട അടിമകൾ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ റബ്ബനാ